കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ ഉള്ളിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. അബ്രാഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചിട്ടുള്ളത്. അബ്രാഹാം തന്റെ പിതാവായ ദൈവം തന്നോട് പറഞ്ഞതെല്ലാം അക്ഷരപ്രതി അനുസരിച്ചു എന്നുള്ളത് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുക. നമ്മൾ അബ്രാഹത്തിന് കിട്ടുന്ന വലിയൊരു വാഗ്ദാനമാണ്, ഞാൻ നിന്നെ വലിയൊരു ജനതയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ വലിയൊരു ജനതയാണ്. നിന്റെ പേര് ഞാൻ മഹത്തമാണ്, മഹത്തരമാണ്. നമ്മുടെയൊക്കെ പേര് ഒന്ന് ഓർത്തുകൊണ്ട്, നമുക്കൊക്കെ പേരില്ലേ? നമ്മുടെ ഇപ്പൊ വിളിക്കുന്ന പേരാണ് നമ്മുടെ മാമോദീസ പേരെന്ന് ഓർത്തുകൊണ്ട്. മാമോദീസ പേരെന്ന് ഓർത്തു നോക്കുമ്പോ ആ മാമോദീസ പേരില് ഏതെങ്കിലും ഒരു വിശുദ്ധന്റെയോ ഒരു ശുദ്ധിമതിയുടെ പേരാണ് കാണും. മാമോദീസ. എന്റെ പേര് വർഗീസ്. എന്റെ പേരില് സെന്റ് ജോർജ് എന്ന് അല്ലെങ്കിൽ സെന്റ് ഗീവർഗീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനുണ്ട്. ഞാൻ എപ്പോഴും ആ വിശുദ്ധന്റെ മാധ്യസ്ഥാണ് അപേക്ഷിക്കുന്നത്. ആ വിശുദ്ധനോട് ഞാൻ എപ്പോഴും പറയും, മിസ്റ്റർ ഗീവർഗീസ് സഹതായി എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. അങ്ങ് ആദരന് വേണ്ടി ജീവൻ അർപ്പിച്ചതുപോലെ അങ്ങ് എന്തൊക്കെ യേശുക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ചോ അതുപോലെ എനിക്കും എല്ലാം ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കുക. മരണമാണെങ്കിൽ മരണം, രക്തസാക്ഷി മരണമാണെങ്കിൽ അങ്ങനെ ചെയ്യുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എപ്പോഴും ജീവനി സഹതായോട് മധ്യസ്ഥ പറഞ്ഞു. അങ്ങ് തന്റെ നാഥനായ യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചോ? നിങ്ങളുടെ പേരിന്റെ മാമോദീസായിട്ട് നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും നിങ്ങളുടെ അപ്പനോടും അമ്മയോടും ചോദിച്ചിട്ടുണ്ടാവും. അന്ന് മാമോദീസ മുക്കിയ അച്ഛൻ ചോദിച്ചു, ഒറ്റക്കാരൻ ചോദിച്ചിട്ടുണ്ടാവും, കുഞ്ഞിന് എന്ത് പേരാണ് ഇടുന്നത്? അപ്പോൾ അവരൊരു പേര് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ തലവട്ടാളുടെ പേരായിരിക്കും പറയുന്നത്, പക്ഷെ ആ പേര് എപ്പോഴും ഇത് പേരായിരിക്കും, ഒരു വിശുദ്ധന്റെ പേരായിരിക്കും. അതുകൊണ്ട് ചില അച്ഛന്മാര് പള്ളിയിലൊക്കെ വിളിച്ചു നടന്ന് കേട്ടിട്ടില്ലേ, വഴിപാട് കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ പേര് കൊടുക്കുമ്പോ മാമോദീസ പേര് കൊടുക്കണമെന്ന് പറയും. ഓർക്കുണ്ടാവും. കാരണം എന്താ, അവിടെ അന്ന് പുസ്തകത്തിൽ എഴുതി, അച്ഛൻ ആ ഉദാശ കർമ്മം ചെയ്യുന്ന ആ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതി ശ്രീവ വരച്ചു. അപ്പോൾ ആ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. ഒരുപാട് പുസ്തകത്തിൽ വായിക്കുന്നത് രണ്ട് പുസ്തകം തുറന്നു, ഒന്ന് ജീവന്റെ പുസ്തകവും മറ്റൊന്ന് പ്രവൃത്തിയുടെ പുസ്തകവും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി. അപ്പൊ ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുമ്പോ ആ പേരാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. നമ്മളങ്ങനെ ഓർത്തിട്ട് നമ്മളങ്ങനെ ഓർക്കുമ്പോ ഏലിയാസ് എന്ന് പേരുള്ള ഒരാള് അല്ലെങ്കിൽ എന്തോ എന്ന് പേരുള്ള ഒരാള്, ഒരു ഉദാഹരണം പറയുകയാണ്, ഇവരാരും ഓർക്കും ഏലിയാസിന്റെ പ്രാഥമികഭാവം. അപ്പൊ അങ്ങനെ പ്രാഥമികഭാവമായി ഓർക്കുമ്പോ ആ ആള് ചിന്തിക്കുന്നത്, എനിക്ക് ആ പേര് കിട്ടിട്ട് അദ്ദേഹത്തെ പോലെ എന്തെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? അപ്പൊ ആ പേര് തന്നെ മഹത്തരമായ വേറെ ഒരാളിട്ട് അല്ലേ? വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുമ്പോ അന്ന് അപ്പന്റെ അമ്മയുടെ പേരും അപ്പന്റെ പേര് അമ്മയുടെ പേര് അതിന്റെ ആദ്യ അക്ഷരമാണ്. ഞങ്ങളിങ്ങനെ താമസിച്ചു പറയും, അപ്പന്റെ പേര് കുര്യാക്കോസ്, അതിന്റെ ആദ്യ അക്ഷരം എടുത്തത് അല്ലേ? അമ്മയുടെ പേര് ലീല, അതിന്റെ ആദ്യ അക്ഷരം എടുത്തു. അപ്പൊ എന്തായാലും കൂലി. ഒരു പള്ളിയിൽ ഞങ്ങൾ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ശുശ്രൂഷക്കാരനാണ്. ഒരു കാരണവശാലും കൺവെൻഷന് വരുന്ന കയറില്ല. 5 ദിവസം കൺവെൻഷനാണ്. രണ്ടാമത്തെ ദിവസം അവരെ പിടിച്ചു. പള്ളിയിലെ ശുശ്രൂഷക്കാരൻ ചെറുപ്പക്കാരനാണ്. അവരോട് ചോദിച്ചതിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, പേരിനെ പറയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് അവൻ പറഞ്ഞു, ഒരു ദിവസം ഒരച്ഛനോട് അവന്റെ പേര് പറഞ്ഞപ്പോ അച്ഛൻ അവനെ കളിയാക്കി. അന്ന് മുതൽ അച്ഛന്മാരെ ഇഷ്ടമല്ല, ധ്യാനപ്രസംഗരെ ഇഷ്ടമല്ല.
എന്താണ് അവന്റെ പേരെന്ന് പറയുമ്പോ സിമ്പിൾ. മനസ്സിലായില്ല? സിമ്പിൾ ആ പേരാണ് അവൻ്റെത്. അപ്പൊ അവര് ശുശ്രൂഷക്കാരനായിട്ട് പള്ളിയിലും അത്താലിയിലൊക്കെ ചേർന്ന് അച്ഛന്റെ സഹായിയായിട്ട് നിൽക്കുമ്പോ അവൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ കുറവ് വരുമല്ലോ. കുറവ് വരുമ്പോ ആ അച്ഛൻ സ്ഥിരം പറയുന്നു, അന്നത്തെ ഒരു കാര്യം പറയുന്നു, വെറുതെ അല്ല നിന്റെ പേര് പിന്നെയായിരുന്നു, നിനക്ക് അറിഞ്ഞിട്ടതാ, ചുമ്മാ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അവൻ അവനോട് തന്നെ പറയാൻ തുടങ്ങി, ഞാൻ ചുമ്മാ. സിനിമയിലെ ശ്രീനിവാസൻ പറഞ്ഞു, ഈ പേരിട്ടവനെ വെടിവെച്ച് കൊടുക്കാന്ന് പറഞ്ഞ പോലെ ചില പേര് നമുക്കിപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ പേര് വർഗീസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സ്കൂളിൽ കൊടുത്ത പേര് വർഗീസ് കുട്ടി എന്നാണ്. വർഗീസ് കുട്ടി, അതാണ് എന്റെ അറിവ്. ആധാർ കാർഡിലൊക്കെ ആൾക്കാരാണ് കുട്ടി. പെണ്ണാണെന്ന് നമ്മൾ പേരോടെ എന്താ വർഗീസ് കുട്ടി, വർഗീസ് എന്നാണ്. രണ്ടാമത് ഈ കുട്ടി ഈ ആധാർ കാർഡൊക്കെ വന്ന് ഈ ലൈസൻസ് ഒക്കെ എടുക്കേണ്ട സമയമൊക്കെ ഈ കുട്ടി വന്നതോടുകൂടി വീട്ടിലുള്ളവർക്ക്, എന്റെ വീട്ടിലുള്ളവർക്ക്, ഭാര്യയ്ക്ക്, പിള്ളേർക്കൊന്നും അമ്മണി വർഗീസ്, ഡെയ്മി വർഗീസ്, ഡെയ്ജി വർഗീസ്, ഈ കുട്ടി ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് കളയാൻ പറ്റാത്ത ഒരു സ്ഥിതിയില് ഇവരുടെയൊക്കെ മനസ്സിൽ കിടന്ന് തട്ടിക്കളിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പൊ ഈ SIR കൊടുക്കുന്ന ഒരു സംഭവം വന്നില്ലേ, ഈ പുതുക്കൽ വന്നപ്പോ ഈ കുട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ച് വീട്ടിൽ ഒരു ചർച്ച നടക്കുക. ഞാൻ പറഞ്ഞ ആ കുട്ടിയെ എവിടെയെങ്കിലും കൊല്ലാം, ആ കുട്ടിയെ എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്ക് കൊന്നുകളയാം ദൂരായിട്ട്. പക്ഷെ നമ്മൾ ഈ കുട്ടിയിൽ ചിട്ടിക്കളയുന്നതല്ലാതെ അബ്രാഹാമിനോട് ദൈവം പറയാണ്, ഞാൻ നിന്റെ പേര് മഹത്വമാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. മനസ്സിലായോ? നമ്മളെന്ത് ചെയ്യണം? നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ പേരൊന്നും കൂടി നമ്മളിങ്ങനെ ഓർത്തെടുത്തിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുന്ന, ദൈവമേ എന്റെ പേരിന്റെ ഒരു വിശുദ്ധന്റെ പേരാണ്, ഈ ശുദ്ധിമതിയുടെ പേരാണല്ലോ എനിക്ക് കിട്ടത്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ കൊച്ചു ത്രേസ്യ, അങ്ങനെ ഒരു പേര് യാക്കോബ സഭയിൽ അധികം പേർക്കും ഇല്ല. വിശുദ്ധ കൊച്ചു ത്രേസ്യ, ലിറ്റിൽ ഫവർ, അല്ലേ അല്ലേ? കൊച്ചു ത്രേസ്യ പുണ്യമതി ദൈവത്തോട് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, അങ്ങയുടെ കയ്യിലെ ഒരു കളിപ്പന്താണ് ഞാൻ, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, തട്ടുവോ ഓടിച്ചു കളയോ എന്നെ വേണേലും ചെയ്തോ, എനിക്ക് ഒരു ദോഷവും അങ്ങോട് തോന്നില്ല, അങ്ങക്ക് ഇഷ്ടം പോലെ എന്നെ ഉപയോഗിച്ചോളാം. കൊച്ചു ത്രേസ്യ എന്ന പേരുള്ള ഉദാഹരണം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിലോ നാട്ടിലോ ആരെങ്കിലും ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ചെറുതായി കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വരികയാണെങ്കിൽ ഈ പേരെങ്ങനെയായി മാറും? അത് മഹത്തരമായി മാറും, അല്ലേ? ഒരു ഉദാഹരണത്തിന് മറിയം ഞങ്ങൾ ഈ കുട്ടനാട്ടിലൊരു സ്ഥലത്ത് ധ്യാനത്തിന് എന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, കുട്ടികളോട്, അച്ഛാ ഇവിടെയൊക്കെ മാതാവിനെ വിലക്കളിന്ന് പഠിക്കുമെന്ന് പറഞ്ഞു. മാതാവിനെ വിലക്കളിന്നു ആന്ന് പറഞ്ഞു. എന്റെ പേര് മറിയെന്നാണ്, എന്റെ കാർന്നന്മാരായിട്ട് മാമോദിസ മുങ്ങിയതാണ്, ഞങ്ങളെ പുലയ കുടുംബത്തിലാണ്, എന്റെ കാർന്നന്മാരായിട്ട് 10-60 കൊല്ലം മുമ്പ് മാമോദിസ മുങ്ങിയപ്പോ ഞങ്ങളെ ഇപ്പോ ഈ നാട്ടിലെ കൊച്ചു പിള്ളേര് പോലും വിളിക്കുന്നത് മറിയപ്പെടുന്നതാണ്. കൊയ്ത് മതിക്കാനൊക്കെ ചെല്ലുമ്പോ ഞാനവിടെ ചെല്ലുമ്പോഴൊക്കെ ആ പേര് കൂട്ടിയാണ് വിളിക്കുന്നത്. ഏത് പേര്? ജാതി പേര് കൂട്ടിയാണ്. അപ്പൊ ഈ മറിയപ്പുലപ്പിളി എന്ന് കേൾക്കുമ്പോൾ
പേര് ആരുടെ പേരാണ്? അപ്പൊ ആരെ വിളിച്ചത്? അപ്പൊ പേര് തന്നെ മഹത്തരമാകുമ്പോ ആ പേരിനെ നമ്മൾ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാനുള്ള ഒരു ചിന്തയെങ്കിലും നമ്മുടെ ഉള്ളിൽ വരണ്ടേ? ഇന്നും പൊതുവിശ്വാസം സ്വീകരിച്ച ആളുകളെ 90 വയസ്സായ വല്യപ്പനെ പോലും പേര് വിളിക്കണ ക്രിസ്തീയ കുടുംബങ്ങളില്ലേ? പേര് കൊച്ചു പിള്ളേർ പോലും. നമ്മൾ അവിടെയൊക്കെ നമ്മുടെ മനസ്സിലൊരു ചിന്ത എന്ത് ചിന്ത വേണം? ഞാൻ ഇനി മുതൽ നന്നായി പെരുമാറും. ഞാൻ ഏത് പേരിനെയും മഹത്തരമായി കാണും. എന്റെ പേരിനെയും കാണും, അടുത്ത ആളുടെ പേരിനെയും കാണും. സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ബുദ്ധിബോധം കൊണ്ടോ ഒന്നും ഞാൻ പേരിനെ അളക്കില്ല. പേരിനെ ഞാൻ അളക്കുന്നത് അബ്രഹത്തോട് ദൈവം പറഞ്ഞ അനുഗ്രഹം വെച്ചിട്ടാണ് അളക്കുന്നത്. കാരണം ഞാൻ പേരിനെ അനുഗ്രഹമായി കണ്ടാൽ മാത്രമേ എന്നെ ദൈവം പറഞ്ഞേ അനുഗ്രഹിക്കുകയുള്ളൂ. എന്റെ പേരിനെയും എന്റെ അടുത്തിരിക്കുന്നവരുടെ പേരിനെയും എന്റെ ജീവിത പങ്കാളിയുടെ പേരിനെയും എന്റെ അപ്പന്റെ പേരിനെയും എന്റെ അമ്മയുടെ പേരിനെയും എന്റെ മക്കളുടെ പേരിനെയൊക്കെ ആ പേരിന്റെ ആരംഭത്തിൽ ഒരു ശുദ്ധിമതിയുടെ പേരാണെങ്കിൽ ആ പേരിനെ ഞാൻ ബഹുമാനിക്കുമ്പോൾ എന്റെ പേര് സ്വർഗത്തിലെ ദൈവം മഹത്തരമാക്കും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്താലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വിശ്വാസത്താലാണ് യാത്ര ചെയ്യേണ്ടത്. വിശ്വാസത്താൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും. മനസ്സിലായോ? പേരിനെ കുറിച്ച് ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അങ്ങ് തന്ന പേരാണ്, ആ പേരിനനുസരിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കൊരു ഉത്തരവാദിത്വം. നമ്മുടെ വിശ്വാസത്താലാണെങ്കിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം, ശപിക്കണം. നമ്മളൊക്കെ ചിലപ്പോൾ പറയും, നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ നമ്മളോട് പറഞ്ഞു, എന്റെ ശാപം മേടിക്കണ്ട കേട്ടോ, ഞാൻ ശപിച്ച നിന്ന് കത്തിപ്പോന്നൊക്കെ പറയും. മനസ്സിലായില്ല? നിന്ന് ആ കത്തിപ്പോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണില്ല, ശപിക്കണില്ല എന്ന് പറയും. അങ്ങനെയൊന്നും അനുഗ്രഹത്തിന്റെ വാക്കുകളെ വായിൽ നിന്ന് വരാൻ പാടുള്ളൂ. ആരെങ്കിലും നമ്മളെ ശപിച്ചാൽ ദൈവം നമുക്കത് അനുഗ്രഹമാക്കി. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കണം. ഇപ്പൊ ഇന്ന് ഒരു ചിന്ത എന്താണ്? നമ്മുടെ രണ്ടാമത്തെ ചിന്ത എന്താണ്? ഒന്നാമത്തെ ചിന്ത ആദ്യം നമ്മൾ ചിന്തിച്ച എന്താ? നമുക്ക് ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയാനായിട്ട് പറ്റുന്നുണ്ടോ? മനസ്സിലായില്ലേ? ചില വാക്കുകൾ, ചില കേൾവികൾ വേണ്ട എന്ന് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. ചില ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒന്നും ഇല്ലെങ്കിൽ വെറുതെ വികസിച്ച് പോലെ എന്നുള്ള വിവരം ഒക്കെ കളയാൻ പറ്റും. അപ്പൊ പേര് മഹത്തരമാകണം, അല്ലേ? അങ്ങണ്ടേ അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം, ചെറുതരുന്ന പ്രാർത്ഥന ഏറ്റുവല്ലോ. എന്റെ കർത്താവേ, തിരിക്കുന്ന പ്രകാരം നന്മകൾ പ്രവർത്തിക്കുവാനും
നിന്റെ മഹാപ്രാഭവത്തെ കൈകൂട്ടി വണങ്ങുവാനും ആർത്തരും അശരണരുമായ എന്റെ സഹോദരങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാനും നീ എനിക്ക് നൽകിയ കൈകൾ കൊണ്ട് നിന്നെ കോപിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ അരുതാത്തത് മാത്രം പ്രവർത്തിച്ചിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ ആക്രമിക്കുവാനും അടിക്കുവാനും നിന്ദ്യങ്ങളുമായ അശുദ്ധങ്ങളെ ഭർഷിക്കുവാനും നിത്യവും ഞാൻ എന്റെ കൈകളെ ദുരുപയോഗപ്പെടുത്തി ചെയ്യേണ്ട നന്മകൾ ചെയ്തില്ലെന്ന് മാത്രമല്ല ചെയ്യാത്ത തിന്മകൾ മാത്രം രാപകലിൽ അടിയൻ ചെയ്തു പോന്നു. എങ്കിലും അതിനുശേഷവും കോപിക്കാതെ ദയാപൂർവം എന്നെ പരിരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തുവല്ലോ. എന്റെ നാഥ അവിടുത്തെ ദീർഘക്ഷമയും കാരുണ്യവും നന്ദിയോടെ സ്മരിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അബ്രാഹത്തോട് അരുളി ചെയ്തു ഞാൻ നിന്നെ മഹത്വമാക്കും. നിന്റെ പേര് ഞാൻ വലുതാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഒരനുഗ്രഹമായിരിക്കും. കർത്താവേ എന്റെ പേര് എനിക്ക് അനുഗ്രഹമായി മാറുവാൻ എന്റെ പേരിട്ടവരെ അനുഗ്രഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ ബലപ്പെടുത്തണമേ. വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ എന്റെ പേരിന്റെ കാരണക്കാരായ വിശുദ്ധരോട് ചേർന്ന് ഞാൻ ജീവിക്കും. ആ വിശുദ്ധരുടെ നടപടികൾ എന്റെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ ഞാൻ അനുഗമിക്കും. എന്റെ നാവ് കൊണ്ട് ആരെയും ശപിക്കുകയില്ല. ആരുടെ പേരും നീചമായി പറയുകയില്ല. ആരുടെയും ജീവിതാന്തസ്സിനെ ഇടിച്ചുകാ താഴ്ത്തുകയില്ല. എല്ലാ പേരുകളും എല്ലാവരുടെ പേരുകളും ഞാൻ മഹത്തരമായി കാണും. എല്ലാവരെയും ബഹുമാനത്തോടും ആദരവോടും ദൈവസ്നേഹത്തോടും വിശ്വാസത്തോടും എണ്ണും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.